ഹായ് ഹലോ മക്കളെ, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ സാമൂഹ്യ ശാസ്ത്രത്തിലെ 3ാമത്തെ പാഠമാണ്. രാഷ്ട്രവും ഗവൺമെൻറ്റും എന്നാണ് ഈ പാഠത്തിൻ്റെ പേര്. ഇതിലെ മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ചെയ്തു നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പാഠം തുടങ്ങുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ഡയറി കുറിപ്പ് തന്നിട്ടുണ്ട്. വായിച്ചു നോക്കൂ. പുറത്തു പോകാൻ അവസരം കിട്ടിയാൽ ആദ്യം എന്ത് ചെയ്യണമെന്നാണ് ഓരോ ആളിൻ്റെയും ആഗ്രഹം എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച നടത്തിയിരിക്കുന്നു. പുറത്തുപോയി മിസ്റ്റർ വോസിനെ കാണാനാണ് ഡാഡിക്ക് ആഗ്രഹം. പീറ്ററിന് ടൗണിൽ പോയി സിനിമ കാണണം. എനിക്ക് സ്വാതന്ത്ര്യം എന്നത് തന്നെ വലിയ ആനന്ദമായി തോന്നുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് തന്നെ ചിന്തിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, എല്ലാറ്റിലും അധികം ഞാൻ ഇഷ്ടപ്പെടുന്നത് ഞങ്ങളുടേത് മാത്രമായൊരു വീടും സഞ്ചാര സ്വാതന്ത്ര്യവുമാണ്. പിന്നെ എൻ്റെ സ്കൂളും പഠനവും. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. ഞാൻ ഈ ഭാഷയെ സ്നേഹിക്കുന്നു. ഇവിടെ തന്നെ ജോലി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകളിൽ നിന്ന് എടുത്ത ഭാഗമാണ് കേട്ടോ. ഹിറ്റ്ലറുടെ സൈനിക ആക്രമണം കാരണം സ്വന്തം രാജ്യത്ത് ഒരു ഇടുങ്ങിയ മുറിയിൽ ഒളിവ് ജീവിതം നയിക്കേണ്ടി വന്ന ആൻ ഫ്രാങ്ക് തൻ്റെ പ്രിയപ്പെട്ട ഡയറിയായി കിറ്റിയിൽ കുറിച്ചിട്ട വരികളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. താഴെ തന്നിട്ടുള്ള ചോദ്യം നോക്കൂ. ഇവിടെ ആൻ ഫ്രാങ്ക് എന്തെല്ലാമാണ് ആഗ്രഹിക്കുന്നത്? സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ, സ്വന്തമായൊരു വീട്, സഞ്ചാര സ്വാതന്ത്ര്യം, സ്കൂളിൽ പോകാനും പഠിക്കാനും, ജോലി ചെയ്ത് ജീവിക്കാൻ. നമ്മുടെ മാതൃരാജ്യം എന്തെല്ലാമാണ് നമുക്ക് ഉറപ്പ് നൽകുന്നത്? ചർച്ച ചെയ്യൂ. മൗലികാവകാശങ്ങളും സ്വാതന്ത്ര്യവും, ജീവനും സ്വത്തിനും സംരക്ഷണം, വിദ്യാഭ്യാസത്തിലേക്കും അവസരങ്ങളിലേക്കുമുള്ള പ്രവേശനം, സ്വന്തമാണെന്ന ബോധവും സാംസ്കാരിക സ്വത്വവും, വോട്ടെടുപ്പിലും രാഷ്ട്രീയ പ്രക്രിയയിലും പങ്കെടുക്കാനുള്ള അവകാശം. രാഷ്ട്രവും ജനങ്ങളും. ഇവിടെ കുറച്ച് പത്രവാർത്തകളുടെ കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. COVID-19 ഏത് സാഹചര്യവും നേരിടാൻ രാഷ്ട്രം തയ്യാറാണെന്ന് ഇന്ത്യ. ജനങ്ങൾ നേരിടുന്ന ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരം. പുതിയ സൗരോർജ്ജ നിലയങ്ങൾ ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കും. രാജ്യത്ത് എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകൾ ഉറപ്പാക്കും. ഭക്ഷ്യവില വർധന. ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സത്വര നടപടികൾ സ്വീകരിക്കുമെന്ന് രാജ്യം. റിപ്പബ്ലിക് ദിനാഘോഷം. അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കി ഇന്ത്യ. മുകളിൽ നൽകിയിരിക്കുന്ന കൊളാഷ് ശ്രദ്ധിക്കൂ. ഇവിടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതും അവർക്ക് സുരക്ഷ ഉറപ്പുവരുത്തുന്നതും ആരാണ്? നമ്മുടെ രാഷ്ട്രമാണ്. ജനങ്ങൾക്ക് രാഷ്ട്രം എന്തെല്ലാം സേവനങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്? ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നു. ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കാനും ഭക്ഷ്യവസ്തുക്കളുടെ വില നിയന്ത്രിക്കാനുമുള്ള നടപടികൾ കൈക്കൊള്ളുന്നു. ഊർജ്ജോൽപാദനം വർദ്ധിപ്പിക്കുക വഴി ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്തുന്നു. അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കിക്കൊണ്ട് രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നു. സ്വാതന്ത്ര്യത്തോടെയും അന്തസ്സോടെയും നിർഭയരായി ജീവിക്കാൻ ജനങ്ങളെ സഹായിക്കുന്ന സാഹചര്യം ഒരുക്കുന്നത് രാഷ്ട്രമാണ്. രാഷ്ട്രത്തിന്റെ കൂടുതൽ സവിശേഷതകൾ നമുക്ക് പരിചയപ്പെടാം. എന്താണ് രാഷ്ട്രം? ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം. ഒരു നിശ്ചിത പ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നതും പരമാധികാരമുള്ള ഗവൺമെന്റോടു കൂടിയതുമായ ഒരു ജനതയാണ് രാഷ്ട്രം. ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെന്റ്, പരമാധികാരം എന്നീ ഘടകങ്ങൾ ചേർന്നാണ് രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത്. നിയമങ്ങൾ നിർമ്മിക്കുന്നതും ജനക്ഷേമം ഉറപ്പുവരുത്തുന്നതും രാഷ്ട്രത്തിന്റെ ചുമതലയാണ്. ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് രാഷ്ട്രമാണ്. കൂടാതെ ജനങ്ങൾ രാഷ്ട്രത്തോട് പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നിർവചിക്കുന്നതും രാഷ്ട്രം തന്നെ. ഇനി രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും ഒരു ചെറിയൊരു കുറിപ്പ് അവിടെ തന്നിട്ടുണ്ട്. വായിച്ചു നോക്കൂ. രാഷ്ട്രത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം. പുരാതന ഗ്രീസിലാണ് രാഷ്ട്രത്തെക്കുറിച്ചുള്ള പഠനത്തിന് ആരംഭം കുറിച്ചത്. നഗരരാഷ്ട്രങ്ങളായിരുന്നു രാഷ്ട്രവുമായി ബന്ധപ്പെട്ട പഠനത്തിന്റെ അടിസ്ഥാന ഘടകം. ഗ്രീക്ക് ചിന്തകരായ സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ എന്നിവരാണ് രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ചിന്തകൾക്ക് തുടക്കമിട്ടത്. പൊളിറ്റിക്സ് അല്ലെങ്കിൽ രാഷ്ട്രതന്ത്രം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവായ അരിസ്റ്റോട്ടിലാണ്. അദ്ദേഹത്തിന്റെ വിഖ്യാത ഗ്രന്ഥമാണ് പൊളിറ്റിക്സ്. ഇനി രാഷ്ട്രത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ എന്താണ് സ്റ്റേറ്റ് എന്ന് നോക്കൂ. ഗ്രീക്കുകാർ നഗരരാഷ്ട്രങ്ങളെ സൂചിപ്പിക്കാൻ പോളീസ് എന്ന പദവും റോമക്കാർ സിവിറ്റാസ് എന്ന പദവും ഉപയോഗിച്ചിരുന്നു. ഇറ്റാലിയൻ തത്വചിന്തകനായ നിക്കോളോ മാക്കിയവെല്ലിയാണ് സ്റ്റേറ്റ് എന്ന പദം ആദ്യമായി ആധുനിക അർത്ഥത്തിൽ ഉപയോഗിച്ചത്. ജർമ്മനിയിലെ പുരാതന ഗോത്ര വിഭാഗങ്ങളായ ട്യൂട്ടോണുകൾക്കിടയിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്ന സ്റ്റാറ്റസ് എന്ന വാക്കിൽ നിന്നാണ് സ്റ്റേറ്റ് എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. രാഷ്ട്രത്തിന്റെ ഘടകങ്ങൾ ഓരോന്നും നമുക്കിനി വിശദമായി പരിശോധിക്കാം. ജനസംഖ്യ, പോപ്പുലേഷൻ. മുകളിൽ കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. ഇതിലേതാണ് പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു വിദ്യാലയമാകുന്നത്? ചിത്രം 3.1 ബി ആണ് അല്ലേ? ഒരു വിദ്യാലയമാകണമെങ്കിൽ അവിടെ മറ്റ് സൗകര്യങ്ങളോടൊപ്പം കുട്ടികളും അധ്യാപകരും ജീവനക്കാരും ഉണ്ടാകണം. എല്ലാവരും ഒത്തൊരുമയോടെ സജീവമായി പ്രവർത്തിക്കുമ്പോഴാണ് വിദ്യാലയം എന്ന ആശയം പൂർണ്ണമാകുന്നത്. ഇതുപോലെ തന്നെയാണ് രാഷ്ട്രവും.
ജനങ്ങളില്ലാതെ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല. എന്നാൽ രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ജനസംഖ്യ എത്രയെന്ന് നിജപ്പെടുത്തിയിട്ടുമില്ല. ഒരു രാഷ്ട്രത്തിലെ ജനസംഖ്യയിൽ വിവിധ മത, വർഗ, വർണ്ണ വിഭാഗങ്ങൾ ഉൾപ്പെടാം. പരസ്പരാശ്രയത്വം, പൊതു താൽപര്യം, പൊതുബോധം എന്നിവയാൽ ഒത്തൊരുമിച്ച് നിൽക്കുമ്പോഴാണ് ജനങ്ങൾ രാഷ്ട്രത്തിന്റെ ഘടകമായി മാറുന്നത്. നിങ്ങൾക്ക് കണ്ടെത്താമോ? ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള രാജ്യം വത്തിക്കാൻ സിറ്റിയാണ്. വർക്ക് ഷീറ്റ് പൂർത്തിയാക്കൂ. ചുവടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവയ്ക്ക് നേരെ ചിരിക്കുന്ന ഈ ഒരു ഇമോജിയും തെറ്റായവയ്ക്ക് നേരെ സങ്കടപ്പെട്ടിരിക്കുന്ന ഈ ഒരു ഇമോജിയും വരച്ചു ചേർക്കുക. രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ജനസംഖ്യ 1,00,000 നിജപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അത് തെറ്റാണല്ലേ? രാഷ്ട്ര രൂപീകരണത്തിന് ഇത്ര ജനസംഖ്യ എന്നൊരു കണക്ക് പറഞ്ഞിട്ടില്ല. ഒരു രാഷ്ട്രത്തിലെ ജനസംഖ്യയിൽ വ്യത്യസ്ത മത, വർഗ വിഭാഗങ്ങൾ ഉൾപ്പെടാം. ശരിയാണ്. ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം. അതും ശരിയാണ്. ജനങ്ങളില്ലാതെയും രാഷ്ട്രത്തിന് നിലനിൽക്കാം. അത് തെറ്റാണ്. ഇനി ജനസംഖ്യ പോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് ഭൂപ്രദേശത്തെ കുറിച്ച് നോക്കാം. ടെറിട്ടറി. നമുക്കവിടെ മാപ്പിലെ ഒരു രാഷ്ട്രത്തിന്റെ ചിത്രം തന്നിട്ടുണ്ട്. ദക്ഷിണ സുഡാനാണ്. 2011 രൂപീകരിക്കപ്പെട്ട ദക്ഷിണ സുഡാന്റെ ഭൂപടമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ദക്ഷിണ സുഡാൻ ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ്. ഏത് നദിയാണ് ഈ രാജ്യത്തെ ജലസമൃദ്ധമാക്കുന്നത്? നൈൽ നദിയാണ്. ദക്ഷിണ സുഡാന്റെ അതിർത്തി രാജ്യങ്ങൾ കണ്ടെത്തി എഴുതൂ. വടക്ക് സുഡാനാണ്. തെക്ക് ഉഗാണ്ട, കെനിയ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. കിഴക്ക് എത്യോപ്യ, പടിഞ്ഞാറ് മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക്. ഇങ്ങനെയാണ് അതിന്റെ അതിർത്തി രാജ്യങ്ങൾ വരുന്നത്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യമായ സുഡാനിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെട്ട 10 തെക്കൻ സംസ്ഥാനങ്ങൾ ചേർന്ന് രൂപീകരിച്ച രാജ്യമാണ് ദക്ഷിണ സുഡാൻ. ദക്ഷിണ സുഡാനെ പോലെ ഏതൊരു രാഷ്ട്രം രൂപപ്പെടുന്നതിനും കൃത്യമായ ഭൂപ്രദേശം ആവശ്യമാണെന്ന് ഇതിൽ നിന്ന് തിരിച്ചറിഞ്ഞല്ലോ. രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ സ്ഥിരവും കൃത്യമായി നിർവചിക്കപ്പെട്ടതുമായ ഭൂപ്രദേശം അനിവാര്യമാണ്. എന്നാൽ രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ഭൂപ്രദേശത്തിന്റെ വിസ്തൃതി എത്രയെന്ന് നിജപ്പെടുത്തിയിട്ടുമില്ല. ഒരു രാഷ്ട്രത്തിന്റെ കര, ജലം, വായു, തീരദേശ മേഖലകൾ അതിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നു. ആധുനിക രാഷ്ട്രങ്ങൾ പൊതുവെ ഭൂവിസ്തൃതിയിൽ മുന്നിൽ നിൽക്കുന്നവയാണ്. ഇനി നമുക്കവിടെ ഒരു ഭൂപടം തന്നിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ രാജ്യവും ഏറ്റവും ചെറിയ രാജ്യവും സാമൂഹ്യശാസ്ത്ര ലാബിലെ ഭൂപടം പരിശോധിച്ച് തിരിച്ചറിയും. ഏറ്റവും വലിയ രാജ്യം റഷ്യയാണ്. ഏറ്റവും ചെറിയ രാജ്യം വത്തിക്കാൻ സിറ്റിയാണ്. രാഷ്ട്ര രൂപീകരണത്തിൽ ഭൂപ്രദേശം വഹിക്കുന്ന പങ്കിനെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക എന്നൊരു ചോദ്യം താഴെ തന്നിട്ടുണ്ട്. കുറിപ്പിന് വേണ്ട പോയിന്റുകൾ ഞാൻ താഴെ നൽകുന്നുണ്ട്. നോക്കിക്കേ. രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ സ്ഥിരവും കൃത്യമായി നിർവചിക്കപ്പെട്ടതുമായ ഭൂപ്രദേശം അനിവാര്യമാണ്. രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ഭൂപ്രദേശത്തിന്റെ വിസ്തൃതി എത്രയെന്ന് നിജപ്പെടുത്തിയിട്ടില്ല. ഒരു രാഷ്ട്രത്തിന്റെ കര, ജല, വായു, തീരദേശ മേഖലകൾ അതിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നു. ഇനി എന്താണ് ഗവൺമെന്റ് എന്ന് നോക്കാം. ഇവിടെ ഒരു ന്യൂസ് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. COVID-19 എല്ലാ കാർഡ് ഉടമകൾക്കും സൗജന്യ റേഷൻ പ്രഖ്യാപിച്ച് ഗവൺമെന്റ്. ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വില കുറച്ച് സർക്കാർ. ഗവൺമെന്റ് ജാഗ്രത പാലിച്ചു. വിലക്കയറ്റം നിയന്ത്രണ വിധേയം. ദാഹനീർ ഗവൺമെന്റിന്റെ പുതിയ കുടിവെള്ള വിതരണ പദ്ധതി. മുകളിൽ നൽകിയിരിക്കുന്ന വാർത്തകൾ ശ്രദ്ധിക്കൂ. ഒരു രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിൽ ഗവൺമെന്റ് അഥവാ സർക്കാർ വളരെ വലിയ പങ്കാണ് വഹിക്കുന്നത്. രാഷ്ട്രവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം സജീവമായി നിലനിർത്താൻ സഹായിക്കുന്നത് ഗവൺമെന്റ് ആണ്. ജനങ്ങൾ അധിവസിക്കുന്നത് കൊണ്ട് മാത്രം ഒരു പ്രത്യേക ഭൂപ്രദേശം രാഷ്ട്രമായി മാറണമെന്നില്ല. അവിടുത്തെ വിഭവങ്ങളെയും ജനങ്ങളെയും ഏകോപിപ്പിച്ചു കൊണ്ടുപോകാൻ ഗവൺമെന്റ് എന്ന സംവിധാനം അനിവാര്യമാണ്. രാഷ്ട്രം ഒരു സ്ഥിര സ്ഥാപനവും ഗവൺമെന്റ് മാറിക്കൊണ്ടിരിക്കുന്നതുമാണ്. രാഷ്ട്രത്തിന്റെ നയങ്ങൾ രൂപീകരിക്കുന്നതിനും പ്രകടിപ്പിക്കുന്നതിനും സാക്ഷാത്കരിക്കുന്നതിനുമുള്ള ഏജൻസിയാണ് ഗവൺമെന്റ്. ക്രമസമാധാനം, നിയമവാഴ്ച, പ്രതിരോധം, വിദേശ ബന്ധങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, കുടിവെള്ളം, വൈദ്യുതി, വിദ്യാഭ്യാസം തുടങ്ങിയവയെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഗവൺമെന്റാണ്. ഇനി അതിന് താഴെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. വായിച്ചു നോക്കൂ. ഗവൺമെന്റിന്റെ പ്രധാന ചുമതലകൾ ഉൾപ്പെടുത്തി തന്നിട്ടുള്ള ആശയപടം പൂർത്തിയാക്കുക. ഒരെണ്ണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. രാഷ്ട്രത്തിന്റെ പരമാധികാരവും ഐക്യവും കാത്തുസൂക്ഷിക്കുക. വേറെ എന്തൊക്കെയാണുള്ളത്? ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നു. രാഷ്ട്രവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം സജീവമായി നിലനിർത്താൻ സഹായിക്കുന്നു. രാഷ്ട്രത്തിലെ വിഭവങ്ങളെയും ജനങ്ങളെയും ഏകോപിപ്പിക്കുന്നു. രാഷ്ട്രത്തിന്റെ നയങ്ങൾ രൂപീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. ക്രമസമാധാനം, നിയമവാഴ്ച, പ്രതിരോധം, വിദേശ ബന്ധങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, കുടിവെള്ളം, വൈദ്യുതി, വിദ്യാഭ്യാസം തുടങ്ങിയവയെല്ലാം കൈകാര്യം ചെയ്യുന്നു. പരമാധികാരം. അവിടെ നമുക്ക് കുറച്ച് പത്രക്കട്ടിങ്ങൾ തന്നിട്ടുണ്ട്. വായിച്ചു നോക്കൂ. ആഭ്യന്തര കലാപം പരിഹരിച്ചു. ശ്രീലങ്ക ജനാധിപത്യത്തിലേക്ക്. യുദ്ധഭീതി. വിദേശത്തുള്ള വിദ്യാർത്ഥികളെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യ. ഇന്ത്യയും ചൈനയും പുതിയ സഹകരണ കരാറിൽ ഒപ്പുവച്ചു. വയോജനക്ഷേമം. നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കാൻ ഒരുങ്ങി ഫ്രാൻസ്.
മുകളിൽ കൊടുത്തിട്ടുള്ള വാർത്താ തലക്കെട്ടുകൾ ശ്രദ്ധിക്കൂ. ഓരോ വാർത്തയിലും രാജ്യങ്ങൾ അവരുടെ അധികാരം വിനിയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത മേഖലകളിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കാനുള്ള രാഷ്ട്രത്തിന്റെ പരമമായ അധികാരമാണ് പരമാധികാരം. രാഷ്ട്രത്തിനു മാത്രമുള്ള ഒരു സവിശേഷതയാണ് ഇത്. നിയമങ്ങൾ നിർമ്മിക്കുന്നതും രാഷ്ട്രീയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതും പരമാധികാരത്തിന്റെ ഭാഗമായാണ്. രാഷ്ട്രം അതിന്റെ പരമാധികാരം വിനിയോഗിക്കുന്നതും കാത്തുസൂക്ഷിക്കുന്നതും ഗവൺമെന്റിലൂടെയാണ്. ജനങ്ങൾ, ഭൂപ്രദേശം, ഗവൺമെന്റ് എന്നിവയുണ്ടെങ്കിലും പരമാധികാരമില്ലെങ്കിൽ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല. ഇതിന് താഴെ കൊടുത്തിട്ടുള്ള ഒരു ചോദ്യം നോക്കൂ. 2 വാർത്തകൾ തന്നിട്ടുണ്ട്. മ്യാൻമറിൽ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്നു, ഇടപെടുമെന്ന് അമേരിക്കയുടെ മുന്നറിയിപ്പ്. രണ്ടാമത്തേത്, ആണവ നയം രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയം, മറ്റു രാജ്യങ്ങൾ ഇടപെടേണ്ടതില്ലെന്ന് ഇന്ത്യ. തന്നിരിക്കുന്ന വാർത്തകളിൽ ഏതിലാണ് രാഷ്ട്രത്തിന്റെ പരമാധികാരം പരിപാലിക്കപ്പെടുന്നത്? എന്തുകൊണ്ട്? കുറിപ്പ് തയ്യാറാക്കുക. രണ്ടാമത്തെ വാർത്തയിലാണ് രാഷ്ട്രത്തിന്റെ പരമാധികാരം പരിപാലിക്കപ്പെടുന്നത്. ഇന്ത്യയുടെ ആണവ നയം അതിന്റെ ആഭ്യന്തര കാര്യമാണെന്ന് പ്രസ്താവിക്കുന്ന വാർത്ത പരമാധികാര സംരക്ഷണത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കാനുള്ള രാജ്യത്തിന്റെ അവകാശത്തെ ഇത് ഉറപ്പിക്കുന്നു. മറ്റൊരു രാജ്യത്തിന്റെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന വിദേശ ഇടപെടൽ ആ രാഷ്ട്രത്തിന്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കുകയോ ദുർബലപ്പെടുത്തുകയോ ചെയ്യുന്നു. മറ്റൊരു ചോദ്യം. രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ സ്ട്രിപ്പുകളിൽ രേഖപ്പെടുത്തി മേശപ്പുറത്തെ ബൗളിൽ നിക്ഷേപിക്കുക. ഓരോരുത്തരും ഒരു സ്ട്രിപ്പ് വീതമെടുക്കുക. ഒരേ വിഷയം കിട്ടിയവർ ചേർന്ന് ഗ്രൂപ്പുകളാവുക. ഓരോ ഗ്രൂപ്പും തങ്ങൾക്ക് കിട്ടിയ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യൂ. അവ വ്യത്യസ്ത രീതിയിൽ അവതരിപ്പിക്കൂ. പോസ്റ്റർ, കുറിപ്പ്, പ്രസംഗം, പാനൽ ചർച്ച, റോൾ പ്ലേ തുടങ്ങിയവ ഏതുമാവാം. അത് നിങ്ങൾക്ക് ക്ലാസ്സിൽ ചെയ്യാവുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ചെയ്തു നോക്കുക. രാഷ്ട്ര രൂപീകരണം, സിദ്ധാന്തങ്ങൾ. രാഷ്ട്രത്തിന്റെ വിവിധ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നാം ചർച്ച ചെയ്തല്ലോ. ഇനി രാഷ്ട്രം എങ്ങനെയാണ് രൂപം കൊണ്ടത് എന്ന് പരിശോധിക്കാം. രാഷ്ട്ര രൂപീകരണത്തെ സംബന്ധിച്ച് ക്ലാസ്സിൽ പാനൽ ചർച്ച സംഘടിപ്പിച്ചിരിക്കുകയാണ്. കുട്ടികൾ അവരുടെ അഭിപ്രായങ്ങൾ എപ്രകാരമാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് നോക്കൂ. ശക്തർ അശക്തരെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കിയാണ് രാഷ്ട്രം സ്ഥാപിച്ചതെന്ന് ഒരു കുട്ടി പറയുന്നു. അല്ല, ജനങ്ങൾ രൂപപ്പെടുത്തിയ കരാറുകളാണ് രാഷ്ട്ര രൂപീകരണത്തിന് അടിസ്ഥാനമായതെന്ന് മറ്റു കുട്ടി പറയുന്നു. ഇതൊന്നുമല്ല ശരി. ആരും നിർമ്മിച്ചതല്ല, ദീർഘകാല പരിണാമങ്ങളുടെ ഫലമായാണ് രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടതെന്ന് മറ്റൊരു കുട്ടി പറയുന്നു. രാഷ്ട്ര രൂപീകരണവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ ശ്രദ്ധിച്ചല്ലോ. രാഷ്ട്രം രൂപപ്പെടുന്നതിനിടയാക്കിയ വിവിധ സിദ്ധാന്തങ്ങളെക്കുറിച്ചാണ് അവർ പ്രതിപാദിച്ചത്. ചുവടെ കൊടുത്തിരിക്കുന്ന ആശയപടം പൂർത്തിയാക്കിയാലോ. രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങൾ. 1. സാമൂഹിക ഉടമ്പടി അല്ലെങ്കിൽ കരാർ സിദ്ധാന്തം. ജനങ്ങൾ ഉണ്ടാക്കിയ കരാറുകളാണ് രാഷ്ട്ര രൂപീകരണത്തിന് അടിസ്ഥാനമായത് എന്ന സിദ്ധാന്തമാണ് അത്. മറ്റൊന്ന് ബലസിദ്ധാന്തം. ശക്തർ അശക്തരെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കിയാണ് രാഷ്ട്രം സ്ഥാപിച്ചത് എന്ന സിദ്ധാന്തമാണ് ബലസിദ്ധാന്തം. മൂന്നാമത്തേത് സാമൂഹിക പരിണാമ സിദ്ധാന്തം. ദീർഘകാല പരിണാമങ്ങളുടെ ഫലമായാണ് രാഷ്ട്രം രൂപപ്പെട്ടത് എന്ന സിദ്ധാന്തമാണ് സാമൂഹിക പരിണാമ സിദ്ധാന്തം. രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങളിൽ ഏറ്റവും പ്രചാരം നേടിയതും പൊതുവെ അംഗീകരിക്കപ്പെട്ടതും സാമൂഹിക പരിണാമ സിദ്ധാന്തമാണ്. ഇതനുസരിച്ച് രാഷ്ട്രം ആരുടെയും നിർമ്മിതിയല്ല, ദീർഘകാലയളവിനുള്ളിൽ നിരവധി ഘടകങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായാണ് രാഷ്ട്രം രൂപപ്പെട്ടത്. ഗോത്രരാഷ്ട്രത്തിൽ നിന്ന് ദേശരാഷ്ട്രത്തിലേക്ക്. ആധുനിക രാഷ്ട്രങ്ങളുടെ സ്വഭാവം ആദ്യകാല രാഷ്ട്രങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു. രാഷ്ട്രങ്ങളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ നമുക്കിനി പരിശോധിക്കാം. ആദ്യത്തേത് ഗോത്രരാഷ്ട്രങ്ങൾ. രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ സ്വഭാവം പൗരാണിക കാലത്ത് ചെറിയ തോതിലെങ്കിലും പ്രകടിപ്പിച്ചിരുന്നത് ഗോത്ര കൂട്ടായ്മകളാണ്. ഒരേ വംശത്തിലുള്ള ജനനം, ഒരേ താൽപ്പര്യങ്ങൾ, ഒരേ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നിവയുടെ സ്വാധീനം ഗോത്രരാഷ്ട്രങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി. അടുത്തത് പൗരസ്ത്യ ഭരണ സംവിധാനങ്ങളാണ്. ആധുനിക രാഷ്ട്രങ്ങളുടെ ചില സവിശേഷതകൾ പ്രകടിപ്പിച്ചിരുന്നവരാണ് പൗരസ്ത്യ ഭരണ സംവിധാനങ്ങൾ. നദീതട സംസ്കാര കേന്ദ്രങ്ങളായ മെസൊപ്പൊട്ടേമിയ, ഈജിപ്ത്, ചൈന എന്നിവ ഉദാഹരണങ്ങളാണ്. വെങ്കലയുഗ സംസ്കാര കേന്ദ്രങ്ങളായ ഇവിടങ്ങളിൽ ജനങ്ങൾ നാഗരിക ജീവിതമാണ് നയിച്ചിരുന്നത്. മൂന്നാമത്തേത് ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങൾ. ആധുനിക രാഷ്ട്രങ്ങളോട് ഏറ്റവും അധികം സാദൃശ്യം പുലർത്തുന്നവയാണ് ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങൾ. ഏഥൻസ്, സ്പാർട്ട എന്നിവ ഉദാഹരണങ്ങളാണ്. റോമാ സാമ്രാജ്യം. റോമാ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന ഭരണ സംവിധാനം, നിയമം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ആധുനിക രാഷ്ട്രങ്ങളോട് ഏറെ സമാനത പുലർത്തുന്നവയായിരുന്നു. പിന്നീട് ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ. റോമാ സാമ്രാജ്യത്തിന്റെ പതനശേഷം രൂപം കൊണ്ടതാണ് ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ. ഫ്യൂഡലിസം ആയിരുന്നു ഈ രാഷ്ട്രങ്ങളുടെ പ്രധാന സവിശേഷത. ഇവിടെ രാജാവ്, പ്രഭുക്കൾ, കർഷകർ എന്നിങ്ങനെ അധികാര ശ്രേണി വിഭജിക്കപ്പെട്ടിരുന്നു. രാജാവിന് അധികാരം പരിമിതമായിരുന്നു. ഭരണാധികാരം പ്രഭുക്കൾക്കായിരുന്നു. അവസാനമായി ദേശരാഷ്ട്രങ്ങൾ.
യൂറോപ്പിലാണ് ആധുനിക ദേശരാഷ്ട്രങ്ങൾ പിറവിയെടുത്തത്. നവോത്ഥാന കാലഘട്ടത്തിൽ യുക്തിചിന്ത, ശാസ്ത്രബോധം തുടങ്ങിയവ സാമൂഹ്യ ഘടനയിൽ മാറ്റങ്ങൾ വരുത്തി. വ്യവസായ വിപ്ലവം, കോളനിവൽക്കരണം, ദേശീയബോധം തുടങ്ങിയവയും ദേശരാഷ്ട്രങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായി. ക്രമേണ ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെന്റ്, പരമാധികാരം എന്നീ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി ദേശരാഷ്ട്രങ്ങൾ നിലവിൽ വന്നു. ഇനി എന്താണ് ഫ്യൂഡലിസം എന്ന് നോക്കാം. പ്രഭുക്കന്മാർ തങ്ങളുടെ കൃഷിഭൂമിയിൽ പണിയെടുത്തിരുന്നവരെ അടിമകളെപ്പോലെ ചൂഷണം ചെയ്തിരുന്ന സാമൂഹിക ഭരണ വ്യവസ്ഥിതിയാണ് ഫ്യൂഡലിസം. ഒരു തുണ്ടുഭൂമി എന്നർത്ഥം വരുന്ന ഫ്യൂഡ് എന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന വാക്കുണ്ടായത്. മധ്യകാല യൂറോപ്പിലാണ് ഫ്യൂഡലിസം നിലനിന്നിരുന്നത്. എന്താണ് നവോത്ഥാനം? 14-15 നൂറ്റാണ്ടുകളിൽ ഇറ്റലിയിലും ഇതര യൂറോപ്യൻ രാജ്യങ്ങളിലും കലാവൈജ്ഞാനിക രംഗത്തിലുണ്ടായ പുത്തനുണർവാണ് നവോത്ഥാനം. മതപരമായ ആശയങ്ങളെക്കാൾ മനുഷ്യർക്ക് പ്രാമുഖ്യം കൽപ്പിക്കപ്പെട്ടു എന്നതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രധാന സവിശേഷത. പെട്രാർക്ക്, ദാന്തെ, ഡാവിഞ്ചി തുടങ്ങിയവർ വിവിധ മേഖലകളിൽ നവോത്ഥാനത്തെ സ്വാധീനിച്ചവരാണ്. രാഷ്ട്രങ്ങളുടെ ഉത്ഭവവും വളർച്ചയും സംബന്ധിച്ച വർക്ക് ഷീറ്റ് പൂർത്തിയാക്കൂ എന്നൊരു ചോദ്യം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. നോക്കൂ, രാജാവ്, പ്രഭുക്കൾ, കർഷകർ എന്നിങ്ങനെയുള്ള അധികാര ശ്രേണിയിൽ രാജാവിന് പരിമിതമായ അധികാരം മാത്രം. ഇതെന്തായിരുന്നു? ഫ്യൂഡൽ രാഷ്ട്രമായിരുന്നു. യുക്തിചിന്ത, ശാസ്ത്രബോധം, വ്യവസായ വിപ്ലവം, ദേശീയബോധം എന്നിവ ഇത്തരം രാഷ്ട്രങ്ങളുടെ ആവിർഭാവത്തിന് കാരണമായി. ദേശരാഷ്ട്രമാണ്. വെങ്കലയുഗ സംസ്കാര കേന്ദ്രങ്ങൾ ഈ ഭരണ സംവിധാനത്തിൽ ഉൾപ്പെടുന്നു. പൗരസ്ത്യ ഭരണ സംവിധാനങ്ങളാണ്. ഒരേ വർഗത്തിലുള്ള ജനനം, പൊതു താൽപര്യങ്ങൾ, ഒരേ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നിവ ഈ വിഭാഗം രാഷ്ട്രത്തിന്റെ പ്രത്യേകതകളാണ്. ഗോത്രരാഷ്ട്രങ്ങളാണ്. രാഷ്ട്രവും ഗവൺമെന്റും തമ്മിലുള്ള പരസ്പര ബന്ധം. രാഷ്ട്രത്തിൽ ഭരണനിർവഹണം നടത്തുന്നത് ഗവൺമെന്റ് ആണെന്ന് നാം തിരിച്ചറിഞ്ഞല്ലോ. അവയുടെ കൂടുതൽ പ്രത്യേകതകൾ പരിശോധിച്ചാലോ? രാഷ്ട്രവും ഗവൺമെന്റും തമ്മിലുള്ള താരതമ്യത്തിനായി കിരൺ ശേഖരിച്ച വിവരങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. തന്നിരിക്കുന്ന പട്ടികയിൽ അവ ഉചിതമായി ക്രമീകരിക്കുക. അപ്പോൾ ശേഖരിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ് മക്കളെ? പരമാധികാരമുണ്ട്, മാറിക്കൊണ്ടിരിക്കുന്നതാണ്, വിശാലമായ സങ്കല്പനമാണ്, ഒരു സ്ഥിര സ്ഥാപനമാണ്, രാഷ്ട്രത്തിന്റെ ഒരു ഘടകമാണ്, എല്ലാ ജനങ്ങളും ഇതിൽ ഉൾക്കൊള്ളുന്നു, ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും ഇതിൽ ഉൾപ്പെടുന്നു, പരമാധികാരം വിനിയോഗിക്കുന്നത് ഈ ഏജൻസിയിലൂടെയാണ്. ഇതിൽ നിന്ന് രാഷ്ട്രത്തിന്റെ പ്രത്യേകതകളായിട്ട് നമുക്ക് എന്തൊക്കെ എഴുതാം? പരമാധികാരമുണ്ട്, വിശാലമായ സങ്കല്പനമാണ്, ഒരു സ്ഥിര സ്ഥാപനമാണ്, എല്ലാ ജനങ്ങളും ഇതിൽ ഉൾക്കൊള്ളുന്നു. ഗവൺമെന്റിന്റെ പ്രത്യേകതകൾ നോക്കൂ. മാറിക്കൊണ്ടിരിക്കുന്നതാണ്, രാഷ്ട്രത്തിന്റെ ഒരു ഘടകമാണ്, ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും ഇതിൽ ഉൾപ്പെടുന്നു, പരമാധികാരം വിനിയോഗിക്കുന്നത് ഈ ഏജൻസിയിലൂടെയാണ്. ജനങ്ങളും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധം സജീവമായി നിലനിർത്താൻ സഹായിക്കുന്നത് ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് ഇല്ലാതെ ഒരു രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല. രാഷ്ട്രത്തിന്റെ നിയമങ്ങളും നയങ്ങളും പരിപാടികളും നടപ്പിലാക്കുന്നത് ഗവൺമെന്റിന്റെ വിവിധ ഘടകങ്ങളിലൂടെയാണ്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഗവൺമെന്റിന്റെ 3 ഘടകങ്ങൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഒന്നാമത്തേത് നിയമനിർമ്മാണ വിഭാഗം. രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക, നിലവിലുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്തുക തുടങ്ങിയവയാണ് നിയമനിർമ്മാണ വിഭാഗത്തിന്റെ പ്രധാന ചുമതലകൾ. രാഷ്ട്രഭരണത്തെ നിയന്ത്രിക്കുന്നതിൽ നിയമനിർമ്മാണ വിഭാഗത്തിന് കാര്യമായ പങ്കുണ്ട്. രണ്ടാമത്തേത് കാര്യനിർവഹണ വിഭാഗമാണ്. നിയമനിർമ്മാണ സഭ നിർമ്മിക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്നത് കാര്യനിർവഹണ വിഭാഗമാണ്. ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതും ഈ വിഭാഗമാണ്. മൂന്നാമത്തേത് നീതിന്യായ വിഭാഗം. നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നതും തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നതും കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുന്നതും നീതിന്യായ വിഭാഗമാണ്. നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ കാര്യനിർവഹണ വിഭാഗം അത് നടപ്പിലാക്കുന്നു. ഈ പ്രക്രിയകളിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നത് നീതിന്യായ വിഭാഗമാണ്. ഗവൺമെന്റിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ഈ 3 വിഭാഗങ്ങളും പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. താഴെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്ന വാർത്താ തലക്കെട്ടുകൾ പരിശോധിക്കൂ. ഓരോന്നും നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നിവയുടെ അധികാര പരിധിയിൽ ഏതിലാണ് ഉൾപ്പെടുന്നതെന്ന് കണ്ടെത്തൂ. 1. കോടതി നടപടിക്രമങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്യുമെന്ന് സുപ്രീം കോടതി. നീതിന്യായ വിഭാഗമാണ്. 2. വിദ്യാഭ്യാസ അവകാശ നിയമം കർശനമായി നടപ്പാക്കാൻ ഒരുങ്ങി ഗവൺമെന്റ്. കാര്യനിർവഹണ വിഭാഗമാണ്. 3. പരിസ്ഥിതി സംരക്ഷണം നിയമ ഭേദഗതി ഉടൻ. അതും നിയമനിർമ്മാണ വിഭാഗമാണ്. സ്കൂളുകളിൽ ഹരിതചട്ടം കർശനമായി പാലിക്കണം. വിദ്യാഭ്യാസ വകുപ്പ്. കാര്യനിർവഹണ വിഭാഗമാണ്. ട്രാഫിക് നിയമ പരിഷ്കരണം പുരോഗതി അറിയിക്കണമെന്ന് കോടതി. നീതിന്യായ വിഭാഗവും കാര്യനിർവഹണ വിഭാഗവുമാണ്. പിന്നെ പുതിയ ഗതാഗത നിയമ പരിഷ്കാരത്തിന് അംഗീകാരം നൽകി പാർലമെന്റ്. നിയമനിർമ്മാണ വിഭാഗമാണ്.
രാഷ്ട്രസങ്കല്പത്തിന്റെ ഉൽപ്പത്തിയും വികാസവുമാണ് നാം പരിചയപ്പെട്ടത്. പുരാതന ഗോത്ര ഭരണ സംവിധാനത്തിൽ തുടങ്ങി ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ആധുനിക ദേശരാഷ്ട്രങ്ങളുടെ തലത്തിലേക്ക് നമ്മുടെ രാഷ്ട്രങ്ങൾ മാറിക്കഴിഞ്ഞു. സമത്വം, സ്വാതന്ത്ര്യം, പരമാധികാരം എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന ആധുനിക ദേശരാഷ്ട്രങ്ങൾ മനുഷ്യ പുരോഗതിയുടെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് രാഷ്ട്രവും ഗവൺമെന്റും എന്നുള്ള ഈ പാഠഭാഗത്തിൽ ചെയ്യാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്